നിങ്ങൾക്കിത് എന്താണെന്നറിയാമോ? പനംകിഴങ്ങാണിത്. പനയിൽ നിന്നും പഴുത്ത പനങ്ങ കിട്ടുമ്പോൾ അത് മണ്ണിൽ കുഴിച്ചിട്ട് 6 മാസമാവുമ്പോൾ ഇതുപോലെ പനംകിഴങ്ങ് കിട്ടും. കേരളത്തിനേക്കാൾ തമിഴ്നാട്ടിലാണ് ഇത് കൂടുതലും കിട്ടാറുള്ളത്. പനംകിഴങ്ങ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ അവിച്ചു നോക്കുക. അതിൻ്റെ തൊലിയെല്ലാം മാറ്റി അതിൻ്റെ ഞെട്ടും മൂടും എല്ലാം അറുത്ത് മാറ്റിയ ശേഷം നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുക്കണം. പനംകിഴങ്ങ് വാങ്ങി ഒരുപാട് നാൾ വച്ചിരിക്കാതെ അവിക്കണം. ഇത് കുറച്ച് ദിവസം ആയതുകൊണ്ട് ചിലതെല്ലാം ഇല്ലാതായി ഇതുപോലെ അവിഞ്ഞു പോകും. അതുകൊണ്ട് നേരത്തെ അവിക്കുന്നതാണ് നല്ലത്. പനംകിഴങ്ങ് വെന്ത് കിട്ടാൻ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് കുക്കർ ഉള്ളവർക്ക് കുക്കറിൽ വേവിച്ചെടുക്കുന്നതാണ് എളുപ്പം. ഇല്ലെങ്കിൽ കലത്തിൽ വെള്ളം വെച്ച് അതിൽ കിഴങ്ങിട്ട് വേവിച്ചെടുക്കാം. ഞാൻ ചെറിയ കുക്കറിലാണ് വേവിക്കുന്നത്, അതുകൊണ്ട് രണ്ടാം മുറിച്ചിട്ടു. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കിടക്കത്തക്ക വിധത്തിൽ വെള്ളവും ഒഴിച്ച് കുക്കർ അടച്ചു വെച്ച് വേവിക്കാം. ഒരു വിസിൽ വന്ന ശേഷം ഫ്ലെയിം കുറച്ചു വെച്ച് 8-10 വിസിൽ കേട്ട ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കുക്കർ വാങ്ങാം. ആവിയെല്ലാം പോയ ശേഷം കുക്കർ തുറന്ന് പനംകിഴങ്ങ് പുറത്തെടുക്കാം. പനംകിഴങ്ങിൻ്റെ പുറം ഭാഗത്ത് നാരുണ്ട്, അത് നീക്കം ചെയ്ത ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ്. കഴിക്കുമ്പോൾ കൂവക്കിഴങ്ങ് കഴിക്കുന്നത് പോലെ നാര് കാണും. അതുപോലെ ചെറിയൊരു കയ്പ്പ് രസവും ചെറിയൊരു മധുരവും ഉണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വരികയില്ല, പക്ഷേ നല്ല പോഷണമുള്ള സാധനമാണ്. ഇതുപോലെ പുറത്തെ നാരെടുത്തിട്ട് കഴിക്കാം. ചവച്ച് കഴിക്കുമ്പോൾ കൂവക്കിഴങ്ങ് പോലെ നാര് കാണും.